വൈകുന്നേരം അയാൾ ഓഫീസിൽ നിന്നും വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ആ ബാല്യകാല സുഹൃത്ത് വന്നിരുന്നു. അയാൾക്ക് അത്യാവശ്യമായി ഒരു 10,000 രൂപ വേണമായിരുന്നു. നിങ്ങളുടെ സുഹൃത്താണല്ലോ എന്ന് കരുതി ഞാനത് കൊടുത്തു. പെട്ടെന്ന് അയാളുടെ മുഖം ദുഃഖാർദ്രമായി. അയാൾ വിവശനായി തീർന്നു. ഭാര്യ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്ര വിവശനായത്? ഞാൻ കൊടുത്തത് തെറ്റിപ്പോയോ? നിങ്ങൾ സുഹൃത്തുക്കളാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്. ഞാൻ ചെയ്തത് തെറ്റെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. അയാൾ പറഞ്ഞു, നീ പണം കൊടുത്തതല്ല എൻ്റെ ദുഃഖം. എൻ്റെ ആ സുഹൃത്ത് നല്ല സൗകര്യമുള്ള ആളായിരുന്നു. അവന് ഇങ്ങനെ പണത്തിൻ്റെ ആവശ്യമുണ്ടായല്ലോ. അയാൾ ആ ആവശ്യമായി ഇവിടെ വരുന്നതുവരെ അത് അറിയുവാനും കഴിഞ്ഞില്ലല്ലോ എന്നതാണ് എൻ്റെ ദുഃഖം. പലരുടെയും സുഹൃത്ത് ബന്ധം ഇങ്ങനെയാണ്. കാണുമ്പോൾ സംസാരിക്കും, ചിരിക്കും, രസിക്കും. ഇതിനപ്പുറമായി തമ്മിൽ അറിയുന്ന അനുഭവം മിക്കവർക്കുമില്ല. സ്നേഹിതൻ്റെ ആവശ്യങ്ങൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്, ഇവയൊന്നും നാം ആരും അന്വേഷിക്കാറില്ല. യഥാർത്ഥ സ്നേഹം സ്നേഹിതൻ്റെ യഥാർത്ഥ അനുഭവം അറിയുന്നതുകൂടെയാണ്. ആവശ്യപ്പെടാതെ തന്നെ സ്നേഹിതരുടെ പ്രതിസന്ധികളിൽ പങ്കുകാരാവാനും കഴിയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം കാണുമ്പോൾ സംസാരിക്കുന്നതിന് മാത്രമുള്ള സൗഹൃദമല്ലേ ഉള്ളൂ. സ്നേഹിതരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ല എന്ന വിധത്തിൽ കഴിയുന്നവരുമില്ലേ? ചിലർ ആവശ്യങ്ങൾ നമ്മോട് പറയുമ്പോൾ നാം നിസ്സഹായത പ്രകടിപ്പിക്കുന്നവരുമാണ്. സ്നേഹിതരെ കൊണ്ട് നമുക്ക് നന്മയുണ്ടാകണമെന്നാണ് പലരുടെയും ആഗ്രഹം. എന്നാൽ സ്നേഹിതർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ സ്നേഹം. കൂടെ വളർന്നവരും പഠിച്ചവരുമായിരുന്നു ഒരു കാലത്ത് എല്ലാവരുടെയും സ്നേഹിതർ. ഇന്ന് മിക്കവരുടെയും സ്നേഹിതർ ഫേസ്ബുക്കിൽ മാത്രമാണ്. ഫേസ്ബുക്കിലൂടെ സ്നേഹിതരായി തീർന്നവരുമുണ്ട്. പലർക്കും തമ്മിൽ അറിയുകയേയില്ല. എന്നാൽ സ്നേഹിതരുടെ ആവശ്യങ്ങൾ സ്വയം അറിഞ്ഞ് അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ സന്മനസ്സുണ്ടായിരിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹിതൻ്റെ സ്വഭാവം. അവർ നമ്മുടെ സ്നേഹിതർ എന്നതിലുപരി നാം അവർക്ക് സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിതയായിരിക്കുവാൻ കഴിയുകയാണ് വേണ്ടത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ സ്നേഹബന്ധം അവസാനിപ്പിച്ചിട്ടുള്ള സുഹൃത്തുക്കളും ധാരാളമുണ്ട്. ശരിയായി വിലയിരുത്തിയാൽ നമ്മുടെ സ്വാർത്ഥതയാണ് അതിന് കാരണമെന്ന് കാണുവാൻ കഴിയും. സ്വാർത്ഥരഹിതമായി മറ്റുള്ളവർക്ക് ഒരു നല്ല സുഹൃത്തായിരിക്കാൻ നമുക്ക് സാധിക്കുമോ? അതിനായി ശ്രമിക്കാം.